മഹാനായ ബി പോക്കർ സാഹിബിൻ്റെ നാമധേയത്തിൽ പെരുവള്ളൂരിലെ ഇല്ലത്തുമാട് ശാഖാ കമ്മിറ്റി ഞങ്ങളെയൊക്കെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിൽ വളരെ മനോഹരമായ ഒരു വിദ്യാഭ്യാസ നവോത്ഥാനം എന്ന തലക്കെട്ടിൽ ഒരു ചർച്ചാ സമ്മേളനം സംഘടിപ്പിക്കുന്നു എന്ന് കേട്ടത് മുതൽക്ക് തന്നെ ഈ പരിപാടിയെക്കുറിച്ച് ഒരു ആകാംക്ഷ ഞങ്ങൾക്കെല്ലാവർക്കും ഉണ്ടായിരുന്നു. ഇത്ര ഉജ്ജ്വലമായി വളരെ വിശിഷ്ട വ്യക്തിത്വങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു ചർച്ചാ സമ്മേളനം സംഘടിപ്പിക്കാൻ തീരുമാനിച്ച ഇതിൻ്റെ സംഘാടകരെ യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി അഭിനന്ദിക്കാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. നിങ്ങൾ ഈ പരിപാടി സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത് മുതൽ ഇതിൻ്റെ ചില പ്രൊമോ വീഡിയോകൾ അതുപോലെ മറ്റു പ്രചരണങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിലൂടെ ശ്രദ്ധിക്കാനുള്ള ഒരവസരം എനിക്കുമുണ്ടായി. അത് കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യം, ഇതിൻ്റെ ഒരു വിപുലീകരിച്ച രൂപം മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഒരു 2 ദിവസം നടത്തണം എന്ന ഒരാഗ്രഹം നിങ്ങളുമായി പങ്കുവെക്കാൻ കൂടി ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. ഇതിനകം വളരെ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളൊക്കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി കഴിഞ്ഞു. അതിനോടനുബന്ധമായി ഏതാനും ചില കാര്യങ്ങൾ മാത്രം വളരെ പരിമിതമായ സമയത്തിനുള്ളിൽ അവതരിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കേരളത്തിൻ്റെ നവോത്ഥാന സമ്മേളനം വിദ്യാഭ്യാസ നവോത്ഥാനം ചർച്ച ചെയ്യുമ്പോൾ അതിന് കൊടുക്കാൻ പറ്റിയ ഒരു പേരാണ് പോക്കർ സാഹിബിൻ്റേത് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാകില്ല. മലബാറിൽ മുസ്ലിം സമുദായത്തിനിടയിലെ 5 ബിരുദധാരികളിൽ ഒരാളായിരുന്നു പോക്കർ സാഹിബ്. പോക്കർ സാഹിബിന് ബിരുദം കിട്ടുമ്പോൾ, ഡിഗ്രി ലഭിക്കുമ്പോൾ മലബാറിൽ നിന്നുള്ള, അന്ന് കേരളം രൂപീകരിക്കപ്പെട്ടിട്ടില്ല, അന്ന് മദ്രാസ് സംസ്ഥാനമാണ്, മദിരാശി സംസ്ഥാനമാണ്. ആ മദിരാശി സംസ്ഥാനത്തിലെ മലബാറിൽ നിന്നുള്ള ഡിഗ്രി ലഭിച്ച 5 പേരിൽ ഒരാൾ പോക്കർ സാഹിബായിരുന്നു. മുസ്ലിംകൾക്കിടയിലെ 2 അഭിഭാഷകരിൽ ആകെ 2 അഭിഭാഷകർ മാത്രമാണ് ഉണ്ടായത്. ഒന്ന് പോക്കർ സാഹിബായിരുന്നു. അതുകൊണ്ട് സ്വാഭാവികമായും ഇത്തരത്തിൽ മുസ്ലിം നവോത്ഥാനത്തെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുമ്പോൾ പോക്കർ സാഹിബിൻ്റെ പേര് തന്നെ കൊടുക്കാൻ തീരുമാനിച്ച നിങ്ങളുടെ തീരുമാനം അക്ഷരാർത്ഥത്തിൽ ശരിയായിരുന്നു എന്ന് സൂചിപ്പിക്കാനാണ് പോക്കർ സാഹിബിൻ്റെ ഇന്നലകളെക്കുറിച്ചുള്ള ചെറിയൊരു പരാമർശം ഞാൻ നടത്തിയത്. നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഏതൊരു സമൂഹത്തിനും പറയാനുള്ളതുപോലെയുള്ള ഒരു ഇരുണ്ട കാലഘട്ടം മുസ്ലിം സമുദായത്തിനും ഉണ്ടായിരുന്നു എന്നത് ചരിത്രത്തിൻ്റെ ഏടുകൾ പരിശോധിച്ചാൽ നമുക്കൊക്കെ ബോധ്യമാകും. അത് നിങ്ങൾ ഈ നഗറിന് പേര് കൊടുത്ത പോക്കർ സാഹിബിന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ പോക്കർ സാഹിബ് തൻ്റെ അനുഭവം പറയുന്നുണ്ട്. അദ്ദേഹം മദ്രാസിലേക്ക് ഡിഗ്രി പഠിക്കാൻ വേണ്ടി പോകുമ്പോൾ, തുടർന്ന് നിയമപഠനത്തിന് പോകുമ്പോൾ
ഒരു കുട്ടി അതാ നരകത്തിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് സമുദായം പോക്കർ സാഹിബിനെ കളിയാക്കിയിരുന്നു. നമ്മൾ ഇന്ന് പലപ്പോഴും പറയും ചരിത്രപരമായ കാരണങ്ങളാൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തോട് പുറംതിരിഞ്ഞു നിന്നു നമ്മളെന്ന്. എന്നാൽ ചരിത്രം പരിശോധിക്കുമ്പോൾ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തോട് മാത്രമായിരുന്നില്ല നമ്മൾ പുറംതിരിഞ്ഞു നിന്നത്. മലയാളം പഠിക്കുന്നത് ഹറാമായിരുന്നു ഒരു കാലത്ത്. ആലങ്കാരികമായി ബ്രിട്ടീഷുകാരനോടുള്ള വിരോധം കാരണം ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഹറാമായിരുന്നു എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും ഒരു കാലത്ത് മലയാളം പഠിക്കുന്നത് ഹറാമായിരുന്നു എന്നത് ഒരു ചരിത്ര യാഥാർത്ഥ്യമാണ്. ആർക്കും അത് തിരസ്കരിക്കാനോ നിരസിക്കാനോ തമസ്കരിക്കാനോ സാധിക്കുന്ന കാര്യമല്ല. ക്ലാസ് മുറികളിലെ ബ്ലാക്ക് ബോർഡുകളിൽ ചോക്ക് കൊണ്ട് അറബി അക്ഷരം എഴുതാൻ പാടില്ലായിരുന്നു എന്ന വിശ്വാസമുണ്ടായിരുന്നു. എന്താ കാര്യം? ചോക്ക് കൊണ്ട് ബോർഡിൽ അറബി അക്ഷരം എഴുതിയാൽ ആ അക്ഷരം എഴുതുന്ന ചോക്ക് കൊണ്ട് ചോക്കിന്റെ പൊടി താഴെ വീണാൽ ആ ചോക്ക് പൊടി ചവിട്ടി പോകുന്നത് അപകടകമാണ്, അത് വിശ്വാസപരമായി തെറ്റാണ് എന്നതുകൊണ്ട് ചോക്ക് കൊണ്ട് അറബി അക്ഷരങ്ങൾ ബോർഡിൽ എഴുതാൻ പാടില്ല എന്ന് കരുതി പോകുന്ന ഒരു കാലമുണ്ടായിരുന്നു നമുക്ക്. പെൺകുട്ടികൾ പഠിക്കാൻ പാടില്ലായിരുന്നു എന്ന് പറയും നമ്മൾ. ഫറൂഖ് കോളേജ് തുടങ്ങി 10 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഫറൂഖ് കോളേജിൽ പെൺകുട്ടികൾക്ക് പ്രവേശനം നേടിയത് എന്ന് വിമർശന ബുദ്ധിയ MN കാരശ്ശേരി നിങ്ങളുടെ ഒരു വീഡിയോയിൽ പറയുന്നത് ഞാൻ കേട്ടു. അത് ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലാണെങ്കിൽ പെൺകുട്ടികൾ മദ്രസയിൽ പോകുമ്പോൾ അവിടെ പെൺകുട്ടികൾക്ക് എഴുതാൻ പാടില്ലായിരുന്നു. ബഹുമാന്യനായ PKK ബാബ സാഹിബ് പലപ്പോഴും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, മദ്രസയിൽ പെൺകുട്ടികൾക്ക് എഴുതാൻ പാടില്ല. പരീക്ഷ വരുമ്പോ എഴുതാൻ പിന്നെ എന്താണ് മാർഗം? പെൺകുട്ടികൾ പറഞ്ഞു കൊടുക്കും, ആൺകുട്ടികൾ എഴുതും. അങ്ങനെ പല പെൺകുട്ടികൾക്കും പരീക്ഷകളിൽ അവർ പറയുന്നത് കേട്ടെഴുതിയ അനുഭവമുള്ള ഒരാളാണ് PKK ബാബ സാഹിബ്. അങ്ങനെ ഒരാൾ അനുഭവം പറഞ്ഞാൽ പിന്നെ നമുക്ക് അതിനപ്പുറത്തേക്ക് വേറെ ചരിത്രത്തിന്റെ താളുകൾ പരിശോധിക്കേണ്ടതില്ല. ഞാൻ ഓർക്കുന്നു, MSFന്റെ മുൻ സംസ്ഥാന പ്രസിഡന്റ് SP അബ്ദുള്ള സാഹിബ്, അദ്ദേഹത്തിന്റെ പിതാവ് SSLC പരീക്ഷ തോറ്റപ്പോ ആ നാട്ടിൽ മുഴുവനും പായസം വെച്ച് വിളമ്പി. നിങ്ങൾ നോക്കണം, സാധാരണഗതിയിൽ SSLC പരീക്ഷ പാസ്സായാൽ, +2 പരീക്ഷ പാസ്സായാൽ, വിവിധ മത്സര പരീക്ഷകൾ വിജയിച്ചാൽ ആ വിജയിക്കുന്ന കുട്ടികൾ ലഡു കൊടുക്കും, മിഠായി കൊടുക്കും. എന്നാൽ SSLC പരീക്ഷക്ക് തോറ്റപ്പോ ഒരു നാട്ടിൽ ഒന്നാകെ പായസം വെച്ച് വിളമ്പി എന്ന് പറഞ്ഞാൽ, തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തത് ചെയ്ത ഒരു കുട്ടി തങ്ങളുടെ ഇഷ്ടക്കേട് സമ്പാദിച്ചു പരീക്ഷയ്ക്ക് പഠിക്കാൻ പോയപ്പോ 9ാം ക്ലാസ് വരെ അവൻ ജയിച്ചു, അവസാനം 10ാം ക്ലാസ്സിലെങ്കിലും തോറ്റല്ലോ എന്ന ആശ്വാസത്തിലായിരുന്നു പായസം വെച്ച് വിളമ്പിയത്. അങ്ങനെ ചരിത്രത്തിന്റെ ഏടുകൾ പരിശോധിച്ചാൽ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് നിരത്താൻ സാധിക്കും. ഫറൂഖ് കോളേജിന്റെ മുൻ പ്രിൻസിപ്പൽ T അബ്ദുള്ള സാഹിബ്, അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം ഉൾപ്പെടെയുള്ള 14 കുട്ടികൾക്ക് മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ സ്കോളർഷിപ്പ് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. T അബ്ദുള്ള സാഹിബിന്റെ കൂടെ മറ്റൊരു മനുഷ്യൻ കൂടി ഉണ്ടായിരുന്നു, മഹാനായ CH മുഹമ്മദ് കോയ സാഹിബ്. CHും T അബ്ദുള്ള സാഹിബും ഉൾപ്പെടെയുള്ള 14 കുട്ടികൾ സംഘമായി കൊയിലാണ്ടിലെ ഹൈസ്കൂളിലേക്ക് പഠിക്കാൻ വേണ്ടി പോകുമ്പോൾ ആ കുട്ടികളെ കൂകി വിളിക്കാൻ, അവരെ ആക്ഷേപിക്കാൻ, അവരെ പരിഹസിക്കാൻ അന്നാട്ടുകാരായ പല പ്രമാണിമാരും ഉണ്ടായിരുന്നു എന്ന് T അബ്ദുള്ള സാഹിബ് തന്റെ അനുഭവത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. പക്ഷെ അപ്പോഴും നിങ്ങൾ ഓർക്കേണ്ടത്, ആ സമൂഹത്തിനിടയിലും ആ കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ച മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളെയാണ്. കേരളത്തിലെ മുസ്ലിം നവോത്ഥാനത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ സനാഉല്ലാ മക്തി തങ്ങൾ മുതൽ നിരവധി ആളുകളുടെ പേരുകൾ നമുക്ക് അനുസ്മരിക്കാൻ സാധിക്കും. പോക്കർ സാഹിബ്, നിങ്ങൾ നാമകരണം ചെയ്ത പോക്കർ സാഹിബ്, കോഴിക്കോട്ടെ ഹിമായത്തുൽ ഇസ്ലാം ഹൈസ്കൂൾ തുടങ്ങാൻ വേണ്ടി
അദ്ദേഹം വഹിച്ച പങ്ക് KP കുഞ്ഞിമൂസ തന്റെ പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരുടെ മുഴുവനും പ്രവർത്തനങ്ങളും എടുത്തു പരിശോധിച്ചാൽ മുസ്ലിം രാഷ്ട്രീയത്തിന്റെ സംഘശക്തിയുടെ ഏറിയ പങ്കും ചെലവഴിച്ചത് വിദ്യാഭ്യാസ നവോത്ഥാനത്തിനായിരുന്നു എന്ന് നമുക്ക് ബോധ്യമാകും. മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ, ഞാൻ പറഞ്ഞില്ലേ, ഒരു സമുദായം SSLC തോറ്റത് ആഘോഷിക്കുമ്പോഴാണ് കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കാൻ വേണ്ടി തീരുമാനിക്കുന്നത്. അങ്ങനെയാണ് CH ഹൈസ്കൂളിൽ, കൊയിലാണ്ടി ഹൈസ്കൂളിൽ പഠിക്കാൻ പോകുന്നത്. അങ്ങനെയാണ് കോഴിക്കോട് ഗുരുവായൂരപ്പൻ കോളേജിൽ CH ഉപരിപഠനത്തിന് ചേരാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ പഠിച്ചതുകൊണ്ടാണ് T. അബ്ദുള്ള സാഹിബ് ഫറൂഖ് കോളേജിന്റെ പ്രിൻസിപ്പൽ പദവിയിൽ വരെ എത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഒരു രാഷ്ട്രീയ സംഘശക്തിക്ക് നേതൃത്വം കൊടുത്ത നേതാക്കന്മാർ അവർ നടത്തിയ നവോത്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളുടെ ചില ഉദാഹരണങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. സാധാരണഗതിയിൽ രാഷ്ട്രീയ പാർട്ടികൾ എടുത്തു പരിശോധിച്ചാൽ അവർ നടത്തുന്ന രാഷ്ട്രീയ സമരങ്ങൾ, അവർ നടത്തുന്ന പ്രക്ഷോഭങ്ങൾ, അവർ നടത്തുന്ന വിപ്ലവകരമായ പല ഇടപെടലുകളെ കുറിച്ചും നമ്മളൊക്കെ സംസാരിക്കാറുണ്ട്. പക്ഷെ കേരളത്തിലൊരു രാഷ്ട്രീയ പാർട്ടി തങ്ങളുടെ പ്രവർത്തനത്തിന്റെ ഏറിയ പങ്കും വിദ്യാഭ്യാസ നവോത്ഥാനത്തിന് വേണ്ടി നീക്കിവെച്ചുവെങ്കിൽ അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയാണെന്ന് അഭിമാനത്തോടു കൂടി നമുക്ക് പറയാൻ സാധിക്കും. നിങ്ങൾ നോക്കൂ, ഫറൂഖ് കോളേജ് തുടങ്ങി 1948 ഫറൂഖ് കോളേജ് തുടങ്ങുന്നത്. പ്രിയപ്പെട്ട സുഹൃത്ത് സുബൈർ ഉദവിയും വേദിയിലേക്ക് കടന്നു വരുന്നു. സംഘാടകർക്ക് വേണ്ടി ഞാൻ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. 48 കഴിഞ്ഞ് 9 വർഷം കഴിഞ്ഞിട്ടാണ് ഫറൂഖ് കോളേജിൽ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം ഏർപ്പെടുത്താനുള്ള സൗകര്യമുണ്ടാകുന്നത്. ആ ഫറൂഖ് കോളേജിൽ ഇന്ന് 70% പെൺകുട്ടികളാണ് എന്നു മാത്രമല്ല, ആ ഫറൂഖ് കോളേജിന്റെ യൂണിയൻ ചെയർപേഴ്സൺ പദവിയിലിരിക്കുന്നത് മിനാഫ് ഫർസാന എന്ന് പറയുന്ന പെൺകുട്ടിയാണ് എന്ന് പറയുമ്പോൾ ഈ നവോത്ഥാനത്തിന്റെ ഫലം എവിടെയാണ് എത്തി നിൽക്കുന്നത് എന്ന് നമുക്ക് ബോധ്യമാകും. എങ്ങനെയാ ഫറൂഖ് കോളേജ് ഈ നാളുവഴികളിലൂടെയൊക്കെ കടന്നു വന്നത്? ഇന്നൊരു പക്ഷേ ഫറൂഖ് കോളേജിന്റെ മാനേജ്മെന്റ് പദവിയിലിരിക്കുന്ന പല ആളുകൾക്കും ഫറൂഖ് കോളേജിൽ നടന്നു വന്ന വഴികൾ, നാളുവഴികൾ ഓർമ്മയുണ്ടാവില്ല. 1948 മുതൽ മഹാനായ സീതി സാഹിബ് മരിക്കുന്നത് വരെ 1961 വരെ ഫറൂഖ് കോളേജിന്റെ സെക്രട്ടറി KM സീതി സാഹിബായിരുന്നു. ഇന്ന് ആ ഫാറൂഖ് കോളേജിൽ KM സീതി സാഹിബിനെ അനുസ്മരിക്കണം എന്ന് MSF ആവശ്യപ്പെടുമ്പോൾ അത് വേണമോ എന്ന് പുരികം ചുവറ്റി ചോദ്യങ്ങൾ ചോദിക്കുന്ന മാനേജ്മെന്റുകൾ ഫറൂഖ് കോളേജിന് തലപ്പത്തുണ്ട് എന്ന് പറയുന്നത് ചരിത്ര നിഷേധമാണ് എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 48 മുതൽ 61 വരെ സീതി സാഹിബ് മരിക്കുന്നത് വരെ ഫറൂഖ് കോളേജിന്റെ സെക്രട്ടറി പദവിയിലിരുന്നത് മഹാനായ KM സീതി സാഹിബാണ്. ഇനി ചോദിക്കട്ടെ, ഫറൂഖ് കോളേജിന് ബീജാഭാവം നൽകിയ അബുസബ, അദ്ദേഹം മുസ്ലിം ലീഗിനോട് ആഭിമുഖ്യമുള്ള രാഷ്ട്രീയം വെച്ച് പുലർത്തിയ ആളാണ്. അബുസബ മദ്രസയിലേക്ക് ഫറൂഖ് കോളേജിന് വേണ്ടി ആരംഭം കുറിക്കാൻ വേണ്ടി പോയപ്പോ ആരോടൊക്കെയാണ് അബുസബ മൗലവി സംസാരിച്ചത്? അദ്ദേഹം സംസാരിച്ചത് മഹാനായ കായിദ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബുമായി, മഹാനായ പോക്കർ സാഹിബുമായി, മഹാനായ KM സീതി സാഹിബുമായി. അന്ന് മദ്രാസ് അസംബ്ലിയിലുള്ള മുസ്ലിം ലീഗിന്റെ MLA-മാരുമായി ചർച്ച നടത്തി ഫറൂഖ് കോളേജിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി ഒരു തീരുമാനമെടുത്തു. അങ്ങനെ തീരുമാനമെടുത്തപ്പോ അതിനുവേണ്ടി ഒരു കമ്മിറ്റിയും അവിടെ രൂപീകരിച്ചു. അതിന്റെ ആദ്യത്തെ ചെയർമാൻ ആരാണെന്നറിയോ നിങ്ങൾക്ക്? മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് മഹാനായ കായിദ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ്. ഇന്ന് പലരും ചരിത്രത്തെ വിസ്മരിക്കാനോ ചരിത്രം ഓർക്കാൻ ഇഷ്ടപ്പെടാതിരിക്കുകയോ ചെയ്യുന്ന ഒരു കാലമായതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഫറൂഖ് കോളേജിനെ കുറിച്ചുള്ള ആലോചനകൾ നടക്കുമ്പോൾ അതിന്റെ ആദ്യത്തെ കമ്മിറ്റിയുടെ ചെയർമാൻ, മദ്രാസിൽ രൂപീകരിക്കപ്പെട്ട കമ്മിറ്റിയുടെ ചെയർമാൻ മഹാനായ കായിദ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബായിരുന്നു. അതിന്റെ ജനറൽ കൺവീനർ ഹൈദ്രോസ് വക്കീലായിരുന്നു. അദ്ദേഹം മുസ്ലിം ലീഗിന്റെ MLA ആയിരുന്നു. അദ്ദേഹത്തിന്റെ മകനാണ് അഡ്വക്കേറ്റ് മുഹമ്മദ് സാഹിബ്. ഇപ്പോ ഈ അടുത്ത കാലം വരെ ഫറൂഖ് കോളേജിന്റെ മാനേജർ പദവിയിലിരുന്ന അഡ്വക്കേറ്റ് മുഹമ്മദ് സാഹിബ്.
അങ്ങനെ മഹാനായ കായിദമിലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബും പോക്കർ സാഹിബും സീദി സാഹിബും ഹൈദ്രോസ് വക്കീലും മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളും ഇവരെല്ലാം ചേർന്ന് കഠിനാധ്വാനം ചെയ്ത് കെട്ടിപ്പടുത്ത ഒരു സ്ഥാപനമാണ് ദക്ഷിണേന്ത്യയിലെ അലിഗഡ് എന്ന് ഇന്നറിയപ്പെടുന്ന ഫറൂഖ് കോളേജ്. അത് ഇവരെല്ലാം ചേർന്ന് പണപ്പിരിവ് നടത്തി 1,75,000 ഉറുപ്പിയാണ് കിട്ടിയത്. ആ പണം തികയാതെ വന്നപ്പോൾ ഹൈദ്രോസ് വക്കീൽ പറഞ്ഞു, എന്റെ വീടും പറമ്പും പണയപ്പെടുത്താൻ, ഫറൂഖ് കോളേജിന് വേണ്ടി വീടും പറമ്പും പണയപ്പെടുത്താൻ ഞാൻ തയ്യാറാണ്. ബാഫക്കി തങ്ങൾ പറഞ്ഞു, എനിക്ക് കിട്ടിയൊരു സ്വത്തുണ്ട്, ഞാനത് ഫറൂഖ് കോളേജിന് വേണ്ടി നൽകാൻ തയ്യാറാണ്. സീദി സാഹിബ് പറഞ്ഞു, എന്റെ തെങ്ങിൻ തോപ്പ് ഫറൂഖ് കോളേജിന് വേണ്ടി കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. അന്ന് മുസ്ലിം ലീഗിന്റെ കൈവശം ഉണ്ടായിരുന്ന മെമ്പർഷിപ്പ് വിറ്റ 25,000 ഉറുപ്പ്യ. അന്നത്തെ കാലത്ത് 25,000 എന്ന് പറഞ്ഞാൽ ഇന്ന് എത്രമാത്രം മൂല്യമുണ്ടാകും എന്ന് നിങ്ങൾ ഓർക്കണം. ആ 25,000 ഉറുപ്പ്യ ഫറൂഖ് കോളേജിന് വേണ്ടി കൊടുത്തു. മുസ്ലിം ലീഗിന്റെ ഏക കാർ, മഹാനായ ബാഫക്കി തങ്ങൾക്ക് വയനാട്ടിൽ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്താൻ വേണ്ടി പോകാൻ പിന്നെ കാറുണ്ടായില്ല. മുസ്ലിം ലീഗിന്റെ കൈവശം ഉണ്ടായിരുന്ന ഏക കാറ് ഫറൂഖ് കോളേജിന് വേണ്ടി കൊടുത്തു. ബാഫക്കി തങ്ങൾ പിന്നെ പലരുടെയും കാറ് കടം വാങ്ങിയിട്ടാണ് വയനാട്ടിലേക്ക് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി പോയത് എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ വളരെയധികം കഠിനാധ്വാനം ചെയ്ത് കഷ്ടപ്പെട്ട് പടുത്തുയർത്തിയ സ്ഥാപനമാണ് കോഴിക്കോട്ടെ ഫറൂഖ് കോളേജിലെ ഫറൂഖ് കോളേജ്. അങ്ങനെ ഓരോ സ്ഥാപനങ്ങൾ എടുത്ത് പരിശോധിച്ചാലും ഇത്തരത്തിൽ ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് പറയാൻ സാധിക്കും. അങ്ങനെ കോളേജിൽ മാത്രം ഒതുങ്ങിയില്ല. ആ ഫറൂഖ് കോളേജൊക്കെ തുടങ്ങുമ്പോൾ ഒരുപാട് ചരിത്രം അതിന്റെ പറകിലുണ്ട്. അബുസബാഹിനെ നിരീക്ഷണവാദി എന്ന് പോലും വിളിക്കുകയുണ്ടായി സമുദായം. നിങ്ങൾ നോക്കണം എത്രമാത്രം പ്രതിസന്ധികൾ തരണം ചെയ്തിട്ടാണ് ആ സ്ഥാപനം തുടങ്ങുന്നത് എന്ന്. കടുത്ത വിശ്വാസിയായ, ഏതെങ്കിലും വിശ്വാസപരമായ കർമ്മശാസ്ത്രപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് ഏതെങ്കിലും ഒരു വിഭാഗത്തോട് പ്രത്യേക മമത കാണിക്കാത്ത അബുസബാഹ് ഒരു കോളേജ് തുടങ്ങുന്നു എന്ന കാരണം കൊണ്ട് അദ്ദേഹത്തെ നിരീശ്വരവാദി എന്ന് പോലും വിളിച്ചു. ആ കാലത്ത് കോളേജിന് വേണ്ടി 28 ഏക്കർ കൊടുക്കാൻ വേണ്ടി അബ്ദുള്ള സാഹിബ് തീരുമാനിച്ചു. അപ്പൊ അബ്ദുള്ള സാഹിബിന്റെ അടുത്ത് പോയിട്ട് കുറെ ആൾക്കാർ കൊടുക്കരുതെന്ന് പറഞ്ഞു. പക്ഷെ ആ വിലക്ക് വകവെക്കാതെയാണ് അബ്ദുള്ള സാഹിബ് 28 ഏക്കർ കോളേജിന് വേണ്ടി കൊടുക്കുന്നത്. സർ സയ്യിദ് പറയുന്നുണ്ട്, അലിഗഡ് തുടങ്ങാൻ വേണ്ടി തീരുമാനിച്ചപ്പോ സർ സയ്യിദിനെ ആ നാട്ടിലെ സമൂഹം കല്ലുകൊണ്ടാണ് വരവേറ്റത്. സർ സയ്യിദ് പറഞ്ഞു, അന്ന് കിട്ടിയ കല്ലുകൾ ഞാൻ സൂക്ഷിച്ചു വെച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ അലിഗഡ് ഉണ്ടാക്കിയപ്പോൾ നിങ്ങൾ കാണുന്നില്ലേ ഈ ചുമരുകളിലെ ഇഷ്ടികകൾ, എനിക്ക് കിട്ടിയ കല്ലേറുകളാണ്. ഞാൻ അലിഗഡ് ഉണ്ടാക്കിയപ്പോൾ ഞാൻ പൊറുക്കി വെച്ച കല്ലുകൾ മുഴുവനും ആ ചുമരുകളിൽ പടവുകൾ ഉണ്ടാക്കുമ്പോ ആ പടവുകൾക്ക് വേണ്ടി ഉപയോഗിച്ചു. സമുദായം എന്നെ എറിഞ്ഞത് എല്ലാ കാലവും ഓർമ്മിക്കാൻ വേണ്ടി. അങ്ങനെ ഒരു ഇരുളടഞ്ഞ കാലഘട്ടം മുസ്ലിം സമുദായത്തിന് ഉണ്ടായിരുന്നു എന്നത് വസ്തുതയാണ്. പക്ഷെ ആ കാലഘട്ടത്തെയൊക്കെ അതിജീവിച്ചുകൊണ്ട് മുസ്ലിം സംഘശക്തിയുടെ പിറകിൽ ഒരുമിച്ച് നിന്ന് ഈ സമുദായം ഇന്ന് കാണുന്ന വിദ്യാഭ്യാസ വിപ്ലവത്തിലേക്ക് വഴി നടന്നു എന്നുള്ളതാണ് ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്ന് നോക്ക്, ഇപ്പൊ ഡോക്ടർ സുബൈർ ഉദവി ഇവിടെ ഇരിക്കുന്നു. ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ തലപ്പത്തിരിക്കുന്ന വ്യക്തികളിൽ ഒരാളാണ് ഡോക്ടർ സുബൈർ ഉദവി. ദാറുൽ ഹുദയിൽ നിന്നും പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾ ഇന്ന് കേരളത്തിനകത്തു മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ഇന്ത്യക്ക് പുറത്തു പോലും വിവിധ പദവികളിൽ ഇരിക്കുന്ന കാഴ്ചകൾ, വാർത്തകൾ നമ്മൾ ഓരോ ദിവസങ്ങളിലും കേൾക്കുന്നു. സമസ്തയുടെ നേതൃത്വത്തിൽ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് തന്നെ പട്ടിക്കാട് തുടങ്ങുന്നു. കേരളത്തിലെ വ്യത്യസ്ത മതവിഭാഗങ്ങളിൽപ്പെട്ട വ്യത്യസ്ത മുസ്ലിം സമുദായത്തിനകത്തെ വ്യത്യസ്ത സമുദായ സംഘടനകൾ കേരളത്തിനകത്തു മാത്രമല്ല, കേരളത്തിന്റെ പുറത്തു പോലും നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുന്ന ഒരു അനുകൂലമായ സാഹചര്യം ഉണ്ടാകുന്നു. എന്തുകൊണ്ടാണ് ഇത്തരം ഒരു അനുകൂലമായ സാഹചര്യം ഉണ്ടാകുന്നത്? മുസ്ലിം രാഷ്ട്രീയ സംഘടിത ശക്തി വെട്ടിത്തെളിച്ച പാതയിലൂടെ ഈ സമുദായത്തിന് മുന്നോട്ട് കുതിക്കാനുള്ള മാർഗം മഹാന്മാരായ നേതാക്കന്മാർ കാണിച്ചു കൊടുത്തു എന്നതുകൊണ്ടാണ്. ആ ചരിത്രത്തെ ആർക്കാണ് നിഷേധിക്കാൻ സാധിക്കുക? 1960കളിൽ പെൺകുട്ടികൾ പഠിക്കാൻ പാടില്ല എന്ന് തീരുമാനിച്ച കാലഘട്ടങ്ങളിൽ മഹാനായ പാണക്കാട്ട് പൂക്കോയ തങ്ങൾ പള്ളി ഉദ്ഘാടന വേദികളിൽ പോയി
നിങ്ങളുടെ പെൺകുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞേക്കണം എന്ന് പ്രസംഗിക്കുമായിരുന്നു. സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കൊടുത്ത് ഈ സമുദായത്തെ സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ള എല്ലാ പരിശ്രമങ്ങളും നടത്തി. മഹാനായ സ്വീതി സാഹിബ് ആ ചിന്തകൾക്ക് തീജ്വാല പകർന്നു. മഹാനായ CH മുഹമ്മദ് കോയ സാഹിബ് ഇത് പ്രായോഗികവൽക്കരിച്ചു. MN കാരശ്ശേരി തന്റെ വീഡിയോയിൽ പറയുന്നുണ്ട്, പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം സൗജന്യമാക്കി എന്ന് മാത്രമല്ല, ഹൈസ്കൂൾ തലം വരെ വിദ്യാർത്ഥികൾക്ക് പൂർണ്ണമായും വിദ്യാഭ്യാസം സൗജന്യമാക്കിയത് CH മുഹമ്മദ് കോയ സാഹിബാണ്. ആർക്കാണ് നിഷേധിക്കാൻ സാധിക്കുക? എന്തിനാണ് CH മുസ്ലിം പെൺകുട്ടികൾക്ക് സ്കോളർഷിപ്പ് ഏർപ്പെടുത്തിയത്? സാമ്പത്തികമായി മുസ്ലിം പെൺകുട്ടികൾക്ക് കുറെ ഗുണം ലഭിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടല്ല, സാമ്പത്തികമായി മുസ്ലിം കുടുംബങ്ങൾ അഭിവൃദ്ധി നേടട്ടെ എന്ന് വിചാരിച്ചിട്ടല്ല, അതുവഴി മുസ്ലിം പെൺകുട്ടികളെ സ്കൂളിലേക്ക് അയക്കാൻ രക്ഷിതാക്കൾ തയ്യാറാകട്ടെ എന്ന് കരുതിയിട്ടാണ്. അങ്ങനെ മുസ്ലിം പെൺകുട്ടികൾക്ക് സ്കോളർഷിപ്പ് ഏർപ്പെടുത്തി. മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, നാടാർ സമുദായത്തിനും കൊടുത്തു സ്കോളർഷിപ്പ്. ഈ സമുദായത്തിന്റെ വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് നേതൃത്വം കൊടുത്തു മഹാനായ CH മുഹമ്മദ് കോയ സാഹിബ്. കാലിക്കറ്റ് സർവകലാശാല നിങ്ങൾക്കറിയാം, 968 കാലിക്കറ്റ് സർവകലാശാലയുടെ ശിലാസ്ഥാപന കർമ്മം മഹാനായ CH നിർവഹിക്കുമ്പോൾ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളെ സാക്ഷ്യപ്പെടുത്തിയിട്ടാണ് CH ആ കർമ്മം നിർവഹിക്കുന്നത്. ഇന്ന് CPM-ന്റെ പല ആളുകളും അവകാശപ്പെടുന്നുണ്ട്, CPM-ന്റെ മന്ത്രിസഭയിലാണ് മുസ്ലിം ലീഗിന് അത്തരമൊരു കാര്യം ചെയ്യാൻ സാധിച്ചത്, അത് CPM-ന്റെ നേട്ടമാണ് എന്ന് അവകാശപ്പെടുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, CH 968 കാലിക്കറ്റ് സർവകലാശാലയുടെ ശിലാസ്ഥാപന കർമ്മം നിർവഹിക്കുമ്പോൾ ആ ഫോട്ടോ ഇന്നും ലഭ്യമാണ്. ഒരു CPM-കാരന് പോലും ആ ഫോട്ടോയിൽ എവിടെയും നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. അസ്പൃശ്യതയായിരുന്നു. മലപ്പുറത്തെ കുട്ടി പാകിസ്ഥാൻ എന്ന് ആക്ഷേപിച്ചവർ, മലപ്പുറം ജില്ലയിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങുന്നത് പോലും ഇഷ്ടമല്ലാത്തവർ, CH-ന്റെ പിടിവാശിയാണ് 968 കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് തുടക്കം കുറിക്കാൻ സാധിക്കുന്നത്. ഇത് ചരിത്ര സത്യമല്ലേ? ആർക്കാണ് നിഷേധിക്കാൻ സാധിക്കുക? 2017 പോലും മലപ്പുറത്തിന്റെ ഉള്ളടക്കം വർഗീയമാണ് എന്ന് പറയുന്നവരുടെ മനസ്സ് 968 എത്രമാത്രം വർഗീയമായിരിക്കും എന്ന് ആലോചിച്ചാൽ മതി. 2017 പോലും മലപ്പുറത്തുള്ളവർ സമരം ചെയ്യുമ്പോൾ അത് 7-ാം നൂറ്റാണ്ടിന്റെ പ്രാകൃത ബോധമാണ് എന്ന് ആക്ഷേപിക്കുന്നവർക്ക് 968-ലും 69-ലും 70-കളിലുമൊക്കെ എത്രമാത്രം വർഗീയ വിഷം അവരുടെയൊക്കെ മനസ്സിലുണ്ടാകും എന്ന് ആലോചിച്ചാൽ മതി. ഇത്രയേറെ പരിഷ്കൃതമായ ഒരു സമൂഹത്തിൽ പോലും മലപ്പുറത്തിന്റെ ഉള്ളടക്കത്തെ വർഗീയം എന്ന് വിളിക്കുന്നവർ, 7-ാം നൂറ്റാണ്ടിന്റെ പരിഷ്കൃത ബോധമെന്ന് പ്രവാചകന്റെ നൂറ്റാണ്ടിനെ അടയാളപ്പെടുത്താൻ ശ്രമിക്കുന്നവർ ഇന്ന് എന്തൊക്കെ അവകാശവാദങ്ങളുമായിട്ടാണ് കടന്നു വരുന്നത്? ചരിത്രത്തിന് നേരെയുള്ള കൊഞ്ഞനം കുത്തലുകളാണ് ഇന്ന് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അഭിനവ ബുദ്ധിജീവികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു കാലിക്കറ്റ് സർവകലാശാലയിൽ മാത്രം CH തന്റെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ചില്ല. നമ്മൾ കാണുന്ന കുസാറ്റില്ലേ, എങ്ങനെയാ കുസാറ്റ് വരുന്നത്? അമേരിക്കയിലെ മെസാച്യുസെറ്റ്സ് ടെക്നോളജി യൂണിവേഴ്സിറ്റി കണ്ടിട്ട് അതിന്റെ ഒരു മാതൃക അന്ന് 1969-70 കാലഘട്ടങ്ങളിൽ കുസാറ്റ് എന്ന് പറയുമ്പോൾ ആളുകൾക്ക് വിശ്വസിക്കാൻ കഴിയില്ലായിരുന്നു. കൊച്ചിൻ യൂണിവേഴ്സിറ്റി സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുമ്പോൾ, ഒരു ശാസ്ത്ര സാങ്കേതിക സർവകലാശാല എന്ന് പറയുമ്പോൾ ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു കാലത്ത് അമേരിക്കയിലെ മെസാച്യുസെറ്റ്സ് യൂണിവേഴ്സിറ്റിക്ക് തുല്യമായ ഒരു സർവകലാശാല മഹാനായ CH കൊണ്ടുവന്നു കേരളത്തിൽ. നിങ്ങൾ ഓർക്കണം. എന്നിട്ടോ അതിന്റെ ആദ്യത്തെ VC ആരെന്നറിയോ നിങ്ങൾക്ക്? ജോസഫ് മുണ്ടശ്ശേരി, CPM-ന്റെ ഇടതുപക്ഷത്തിന്റെ പ്രഥമ വിദ്യാഭ്യാസ മന്ത്രി. 59-ൽ വിമോചന സമരം ഉണ്ടാകുമ്പോ ആ വിമോചന സമരത്തിന്റെ കാരണക്കാരൻ എന്ന് വിശേഷിപ്പിച്ച, തന്റെ തലതിരിഞ്ഞ നയം മൂലമാണ് വിമോചന സമരം ഉണ്ടായത് എന്ന് ആക്ഷേപിക്കപ്പെട്ട ജോസഫ് മുണ്ടശ്ശേരി എന്ന് പറയുന്ന വിദ്യാഭ്യാസ മന്ത്രിയെ കുസാറ്റിന്റെ ആദ്യത്തെ VC ആയി നിയമിക്കാൻ CH-ന് ഒരു മടിയുണ്ടായിരുന്നില്ല. ആ പണിക്ക് അദ്ദേഹം പറ്റുമെന്ന് CH-ന് തോന്നി. അതുകൊണ്ട് കുസാറ്റിന്റെ VC ആക്കി ഒരു ഇടതുപക്ഷത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി ഇന്നത്തെ കാലത്ത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയും? അത് വിശ്വസിക്കാൻ സാധിക്കും? അതായിരുന്നു മഹാനായ CH മുഹമ്മദ് കോയ സാഹിബ്. നവോത്ഥാനം വന്ന വടികൾ പരിശോധിക്കുമ്പോൾ ഇതൊന്നും ആർക്കും വിസ്മരിക്കാൻ സാധിക്കില്ല. ഇനി ചോദിക്കട്ടെ, കേരളത്തിലെ സർവകലാശാലകളുടെ ചരിത്രം എടുത്ത് പരിശോധിക്കും. കേരളത്തിലെ സർവകലാശാല, കേരള യൂണിവേഴ്സിറ്റി ഒഴിച്ചു നിർത്തിയാൽ കേരളത്തിലെ സകല സർവകലാശാലകളുടെയും പിന്നിൽ പ്രവർത്തിച്ച ചാലക ശക്തി ഏതാണെന്ന് ചോദിച്ചാൽ ആർക്കും മടിയില്ലാതെ ഉത്തരം പറയാൻ സാധിക്കും. അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്.
മലയാളം സർവകലാശാലയാവട്ടെ, സംസ്കൃത സർവകലാശാലയാവട്ടെ, കാലിക്കറ്റ് സർവകലാശാലയാകട്ടെ, കണ്ണൂർ സർവകലാശാലയാവട്ടെ, കുസാറ്റാവട്ടെ, ആരോഗ്യ സർവകലാശാലയാവട്ടെ, ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ആവട്ടെ, ഏത് സർവകലാശാലയും എടുത്ത് പരിശോധിക്കുക കേരളത്തിൽ. ഈ സർവകലാശാലയുടെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നത് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. മുസ്ലിം ലീഗ് മാത്രമാണ് കേരളത്തിലെ വിദ്യാഭ്യാസ നവോത്ഥാനം ഉണ്ടാക്കിയത് എന്ന അവകാശവാദം ഞങ്ങൾക്ക് ആർക്കുമില്ല. പക്ഷെ വിദ്യാഭ്യാസ നവോത്ഥാനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ പ്രഥമ പരിഗണനയിൽ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ആ ലിസ്റ്റിൽ മുന്തിയ പരിഗണന കൊടുക്കാൻ അർഹതയുള്ള രാഷ്ട്രീയ പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് ആര് വിസ്മരിക്കാൻ സാധിച്ചാലും അത് സാധ്യമല്ല എന്നതുകൊണ്ടാണ് ഞാനത് പരാമർശിച്ചത്. നീ ചോദിക്കട്ടെ, എങ്ങനെയാണ് നമ്മൾ ഈ നേട്ടമൊക്കെ ഉണ്ടാക്കിയത്? മഹാനായ ബാഫക്കി തങ്ങളുടെ കീഴിൽ, മഹാനായ സീതി സാഹിബിന്റെ കീഴിൽ, മഹാനായ പാണക്കാട്ടെ പൂക്കോയ് തങ്ങളുടെ കീഴിൽ, മഹാനായ CH മുഹമ്മദ് കോയ സാഹിബിന്റെ കീഴിൽ, മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളുടെ കീഴിൽ മുസ്ലിം സമുദായം ഒരുമിച്ച് നിന്നു. ഈ സമുദായത്തിനകത്ത് ഛിന്ന ഭിന്നമാക്കാൻ വേണ്ടി ആസൂത്രിതമായ പല ശ്രമങ്ങളും ഉണ്ടായപ്പോ ആ ശ്രമത്തെയൊക്കെ അതിജീവിച്ചുകൊണ്ട് മഹാന്മാരായ നേതാക്കന്മാർ ഈ സമുദായത്തെ ഒരുമിച്ച് നിർത്തി വലിയ നവോത്ഥാനം ഉണ്ടാക്കാനുള്ള പരിശ്രമങ്ങൾ നടത്തിയപ്പോ അതിന്റെ കൂടെ നിന്നും മുസ്ലിം സമുദായം. അത് സമസ്തയാവട്ടെ, നദവത്തുൽ മുജാഹിദീനാവട്ടെ, ദക്ഷിണ കേരളയാവട്ടെ, ഷാഫി മദ്ഹബിൽപ്പെട്ടവരാവട്ടെ, അനഫി മദ്ഹബിൽപ്പെട്ടവരാവട്ടെ, മാലിക്കി മദ്ഹബിൽപ്പെട്ടവരാവട്ടെ, അംബലി മദ്ഹബിൽപ്പെട്ടവരാവട്ടെ, മദ്ഹബുള്ളവരും മദ്ഹബില്ലാത്തവരും, കർമ്മശാസ്ത്രപരമായി വ്യത്യസ്ത ചേരികൾ നിൽക്കുന്നവരൊക്കെ മുസ്ലിം ലീഗ് ഉണ്ടാക്കിയ ഈ നവോത്ഥാനത്തിന്റെ വഴികളിൽ ഒരുമിച്ച് നിന്നു എന്നതാണ് ഇത്ര വലിയ നവോത്ഥാന വിപ്ലവം ഉണ്ടാക്കാൻ മുസ്ലിം സമുദായത്തിന് സാധിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള ഒരു ജില്ല മുർഷിദാബാദാണ്, പശ്ചിമ ബംഗാളിലെ. എന്തുകൊണ്ടാണ് മുർഷിദാബാദ് വിദ്യാഭ്യാസപരമായി പുറകോട്ട് പോയത്? ഇനി ആഗോളതലത്തിലെടുത്ത് പരിശോധിച്ചാൽ സെയ്ഫ് ഗോബാഷ് എന്ന് പറയുന്ന റഷ്യയിലെ UAE-യുടെ അംബാസിഡർ, അദ്ദേഹം എഴുതിയ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നു, UAE-യിലെ അറബ് നാടുകളിൽ ഏതാണ്ട് 30% ആളുകൾ നിരക്ഷരരാണ് എന്ന്. നിങ്ങൾ ഓർക്കണം, വായിക്കുക എന്ന് തുടങ്ങിയ വിശുദ്ധ ഗ്രന്ഥം കൈമുതലായുള്ള ഒരു സമുദായം വായിക്കാൻ കഴിയാത്തവർ 30% ഉണ്ടെന്ന്. വെറുതെ ഒരാളല്ല പറഞ്ഞത്. UAE-യിലെ ഒരു മന്ത്രിയുടെ മകനാണ് അദ്ദേഹം. ഇന്ന് റഷ്യയിൽ UAE-യുടെ അംബാസിഡറാണ് സെയ്ഫ് ഗോബാഷ്. അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറയുകയാണ് 30% നിരക്ഷരരാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കേരളത്തിൽ മുസ്ലിം സമുദായം 100% സാക്ഷരരാകുന്നത്. അങ്ങനെ 100% സാക്ഷരത നേടിയ കേരളത്തിലെ ആദ്യ ജില്ലയായി മുസ്ലിങ്ങൾ തിങ്ങി താമസിക്കുന്ന മലപ്പുറം ജില്ല മാറുന്നത്. സാക്ഷരത എന്ന് പറഞ്ഞാൽ അക്ഷരാഭ്യാസം മാത്രമല്ല, IT വിദ്യാഭ്യാസവും IT ലിറ്ററസിയിലും ഇന്ത്യയിൽ മുന്നിൽ നിൽക്കുന്ന ജില്ലയായി മുസ്ലിങ്ങൾ തിങ്ങി താമസിക്കുന്ന ഈ മലപ്പുറം ജില്ല മാറി എന്ന് പറയുമ്പോൾ ലീഗ് വഴിവെട്ടി തെളിച്ച ഈ നവോത്ഥാനത്തിന്റെ പാതകൾ എവിടെയാണ് എത്തി നിൽക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ബഹുമാന്യനായ കൊളത്തൂർ മുഹമ്മദ് മൗലവി സാഹിബും ഈ വേദിയിലേക്ക് കടന്നു വരും. ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഈ നവോത്ഥാനത്തിന് തുടർച്ചയുണ്ടാകണം. ഈ സമുദായത്തെ പിറകോട്ട് വലിക്കാനുള്ള ചിത്രശക്തികൾക്കെതിരെ ഒന്നിച്ച് പോരാടണം. ഒരു ഭാഗത്ത് വർഗീയത, വിഭാഗീയത, വർഗീയ ധ്രുവീകരണം, പരസ്പരം തെറ്റിദ്ധാരണയുണ്ടാക്കുന്ന, വ്യത്യസ്ത മതവിഭാഗങ്ങളെ തമ്മിലടിപ്പിക്കുന്ന സമൂഹ മാധ്യമങ്ങൾ സജീവമായ ഇക്കാലത്ത് ഇത്തരം സമൂഹ മാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തി തെറ്റിദ്ധാരണയുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു കാലം. ജാഗ്രത പാലിക്കണം പ്രിയപ്പെട്ടവരെ. വലിയ ഉത്തരവാദിത്തമുണ്ട്. നമ്മളിന്ന് നേടിയെടുത്ത ഈ നവോത്ഥാനത്തിന്റെ വഴികളിലൂടെ സഞ്ചരിച്ച് നേടിയെടുത്ത ഈ മുന്നേറ്റത്തെ തകർക്കാൻ, അതിനെ കൂച്ചുവിലങ്ങിടാൻ, അതിനെ പുറകോട്ട് വലിക്കാൻ ആസൂത്രിതമായ പല നീക്കങ്ങളും നടക്കുന്നുണ്ട്. ആ നീക്കങ്ങൾ തിരിച്ചറിയാനും ജാഗ്രതയോടെ അതിനെതിരെ പ്രതിരോധിക്കാനുമുള്ള ബാധ്യതയാണ് പുതിയ കാലത്ത് നമ്മൾക്കുള്ളത്. ആ ഉത്തരവാദിത്തമാണ് ഈ ചർച്ചാ സമ്മേളനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ജാഗ്രത പാലിക്കണം. പുതിയ കാലത്ത് ചില സംഘടനകളൊക്കെ പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ട്.
ഉത്തരേന്ത്യയിൽ പോയാൽ, വടക്കേ ഇന്ത്യയിൽ പോയാൽ മുസ്ലിം സമുദായം പുറകോട്ട് പോയതിന്റെ കാരണങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ ഇത്തരം ചില സംഘടനകളെ നമുക്ക് കാണാൻ സാധിക്കും. പേരുകൾ വ്യത്യസ്തമായിരിക്കാം, പക്ഷെ ആശയം ഒന്നാണ്. സുബൈർ ഉദവി ഇവിടെ ഉണ്ട്. വടക്കേ ഇന്ത്യയിലൊക്കെ ഒരുപാട് സഞ്ചരിച്ച ഒരാളാണ് സുബൈർ ഉദവി. ഞാൻ ഓർക്കുന്നു, ഉത്തരേന്ത്യയിൽ, ഉത്തർപ്രദേശിൽ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാത്രം 30 രാഷ്ട്രീയ പാർട്ടികൾ, മുസ്ലിം രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടായിരുന്നു മത്സരിക്കാൻ. പല രാഷ്ട്രീയ പാർട്ടികളെയും സ്പോൺസർ ചെയ്യുന്നത് RSS ആണ്. എന്താ കാര്യം? മുസ്ലിം സമുദായം രാഷ്ട്രീയമായി സംഘടിക്കുന്നതിനെ ഛിന്നഭിന്നമാക്കുക, അവർക്കിടയിൽ വിദ്വേഷമുണ്ടാക്കുന്ന പ്രചരണങ്ങൾ നടത്തുക. അത്തരം വിദ്വേഷ പ്രചരണങ്ങൾ നടത്തി മുസ്ലിം സമുദായത്തിന്റെ രാഷ്ട്രീയ സംഘടിത ശക്തിയെ തകർത്ത് ആ സംഘടിത മുന്നേറ്റത്തെ തകർക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നടത്തുക. ഞാൻ തീർച്ചയായും വിശ്വസിക്കുന്നു, നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്ന SDPI പോലെയുള്ള സംഘടനകൾ ഈ സംഘടിത ശക്തിയെ തകർക്കാനുള്ള ബോധപൂർവമായ ഇടപെടലുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജാഗ്രത പാലിക്കണം. നമ്മൾ ഈ നവോത്ഥാനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതിന് അനുകൂലമായ ഘടകമുണ്ടാകുന്നത് കേരളത്തിലെ സാമുദായിക സൗഹാർദ്ദമാണ്, മത സൗഹാർദ്ദമാണ്. ആ സൗഹാർദ്ദത്തെ തകർക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ജാഗ്രത പാലിക്കണം പ്രിയപ്പെട്ടവരെ. ഞാൻ ഓർക്കുന്നു, ഈ അടുത്ത് നോട്ട് നിരോധനം ഉണ്ടായപ്പോ വയനാട്ടിലെ പുൽപ്പള്ളിയിൽ നിന്നും ഒരു വോയിസ് ക്ലിപ്പ്, ഒരു രാജൻ എന്ന് പറഞ്ഞൊരു പഞ്ചായത്ത് മെമ്പറുടെ വോയിസ് ക്ലിപ്പ് വ്യാപകമായി പ്രചരിപ്പിച്ചു. ഈ വോയിസ് ക്ലിപ്പിൽ അദ്ദേഹം പറയുന്നത്, അദ്ദേഹം ബാങ്കിന് മുമ്പിൽ ക്യൂ നിൽക്കുമ്പോൾ മുസ്ലിം സ്ത്രീകളുടെ അടുത്ത് വന്നിട്ട് കുറെ മൊബൈൽ നമ്പർ വാങ്ങിയിട്ട് കുറെ ആളുകൾ പോയി എന്നാണ്. അത് ഹിന്ദു തീവ്രവാദികളാണ്, സൂക്ഷിക്കണം. അതുകൊണ്ട് ഇനി ആരും നമ്പർ ചോദിച്ചാൽ കൊടുക്കാൻ പാടില്ല, ബാങ്കിന് മുമ്പിൽ ഒന്നും നമ്പർ കൊടുക്കരുതെന്നാണ്. ഇത് കേട്ടവർ കേൾക്കാത്തവരിലേക്ക് വ്യാപകമായി പ്രചരിപ്പിച്ചു. അവസാനം ഞങ്ങളൊരു അന്വേഷണം നടത്തിയപ്പോൾ പുൽപ്പള്ളിയിൽ രാജൻ എന്ന് പറയുന്ന പഞ്ചായത്ത് മെമ്പർ പോലും ഇല്ല. എന്തിനാണ് ഇത്തരത്തിലുള്ള വിദ്വേഷം പ്രചരിപ്പിക്കുന്നത്? വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ വേണ്ടി. എന്റെ ഭാര്യ കൊണ്ടോട്ട് EME കോളേജിൽ പഠിച്ചതാണ്. അവരുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഒരു ദിവസം ഒരു വാട്സപ്പ് മെസ്സേജ്. എന്താണ്? മുസ്ലിം പെൺകുട്ടികൾ മൊബൈൽ ഫോൺ റീചാർജ് ചെയ്യാൻ വേണ്ടി കടകളിൽ കയറുമ്പോൾ അവിടെ നമ്പർ കൊടുക്കരുത്, കാരണം അവിടെ ഹിന്ദു തീവ്രവാദികൾ നമ്പർ വാങ്ങാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഈ സാധു റീചാർജ് കടക്കാരൻ ഇതൊന്നും അറിയുന്നുണ്ടാവില്ല. പരസ്പര സംശയം ഉണ്ടാക്കുക, വിദ്വേഷം ഉണ്ടാക്കുക. ഇതിന്റെ മറുഭാഗത്ത് വേറെ ഒരു പ്രചരണം നടക്കുന്നുണ്ട്. ഹിന്ദു കമ്മ്യൂണിറ്റിക്കിടയിൽ RSS പോലെയുള്ള വർഗീയ സംഘടനകൾ മുസ്ലിം പെൺകുട്ടികളുമായി സംസാരിക്കരുത് എന്ന് പോലും പറയുന്നു എന്നാണ് അടുത്ത കാലത്ത് നമ്മൾ കേട്ട വാർത്തകൾ. കാരണം മുസ്ലിം പെൺകുട്ടികളോട് സംസാരിച്ചാൽ അവർ മതം മാറ്റാൻ സാധ്യതയുണ്ട്. ആൺകുട്ടികളോട് സംസാരിക്കരുത്, കാരണം അവർ ലവ് ജിഹാദിന്റെ ആളുകളാണ്. അങ്ങനെ പരസ്പര സംശയമുണ്ടാക്കി മതമൈത്യം തകർത്ത് നമ്മളുണ്ടാക്കിയ ഈ സാമൂഹ്യ മുന്നേറ്റത്തെ പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ. ജാഗ്രത പാലിക്കണം പ്രിയപ്പെട്ടവരെ. മറ്റൊന്ന്, ശാസ്ത്രീയമായ മുന്നേറ്റങ്ങളെ പറകോട്ട് നയിക്കുന്നവർ. ഇപ്പൊ തന്നെ നിങ്ങൾ നോക്കൂ, വാക്സിൻ നടക്കുകയാണ്. റുബല്ല വാക്സിൻ വരുമ്പോ, MR വാക്സിൻ വരുമ്പോ അതിനെതിരെ ഒരു കൂട്ടം ആളുകൾ. ഈ തെറ്റായ പ്രചരണങ്ങൾ ഏറ്റെടുക്കാനും അത് വ്യാപകമായി പ്രചരിപ്പിക്കാനും ചില കൂട്ടർ. ശാസ്ത്രം അതിന്റെ പുരോഗതിയിലേക്ക് ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോ ഒരു സമൂഹത്തിനിടയിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കി ആ സമൂഹത്തെ ശാസ്ത്രീയമായ ചിന്തകളിൽ നിന്നും പറകോട്ട് വലിക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ. അത്തരം തെറ്റിദ്ധാരണകൾ ഉണ്ടാകുമ്പോൾ ആ തെറ്റിദ്ധാരണകൾക്കെതിരായി നീങ്ങാനുള്ള ജാഗ്രതയാണ് ഈ നവോത്ഥാനത്തിന്റെ തുടർച്ചയെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുമ്പോൾ നമ്മളിൽ ഉണ്ടാകേണ്ടത്. പിന്നെ ഒരുപാട് അന്ധവിശ്വാസങ്ങൾ. ഞാൻ ഓർക്കുന്നു, ഈ അടുത്ത കാലത്ത് നമ്മൾ കേട്ടില്ലേ, ഒരു മനുഷ്യൻ പ്രസവിച്ച കുഞ്ഞിന് 4 ആഴ്ച മുലപ്പാൽ കൊടുക്കാൻ പാടില്ല എന്ന് ഫത്വ കൊടുത്തു. ഫത്വ എന്ന് അതിനെ വിളിക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. ഞാൻ അങ്ങനെ ഒരു പദം പ്രയോഗിച്ചെന്നേ ഉള്ളൂ. ഇനി അതിന്റെ പേരിലൊരു കുഴപ്പമുണ്ടായിരുന്നു. അത് ഒറ്റപ്പെട്ട സംഭവമാണ്. പക്ഷേ അതിനെ സാമാന്യവൽക്കരിക്കുന്നത് ശരിയല്ല എന്നറിയാമെങ്കിലും ഇത്തരത്തിലുള്ള പല അന്ധവിശ്വാസങ്ങളും നവോത്ഥാനത്തിന്റെ വഴികളിലൂടെ നടന്നു പോകുമ്പോൾ ഉൾക്കൊള്ളാൻ കഴിയാത്ത. ഞാൻ ഓർക്കുന്നു, എൻ്റെ വീട്ടിനടുത്തുള്ള ഒരു സ്ത്രീ ഒരു ദിവസം ഒരു സ്ഥലത്തേക്ക് പോവാണ്. എന്താണെന്ന് പറഞ്ഞാൽ, വസ്ത്രം ധരിക്കാത്ത ഒരു സൂഫി അവരെ കാണാൻ പോവാണെന്ന് എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് അറിയാൻ സാധിച്ചു. അപ്പൊ ഞാൻ ഇവരോട് ചോദിച്ചു, ഇങ്ങനെ ഈ ഔറത്തൊന്നും മറക്കാത്ത ആളുകളെ കാണാൻ പാടുണ്ടോ വിശ്വാസപരമായി?
അപ്പം എന്നോട് പറഞ്ഞത് നിങ്ങളെ കുഴപ്പമാണ്, നിങ്ങളുടെ കണ്ണിൻ്റെ കുഴപ്പമാണ്, ഞങ്ങൾ അതൊന്നും കാണുന്നില്ല. എവിടെയാണ് ഈ സമുദായം സഞ്ചരിക്കുന്നത്? നവോത്ഥാനത്തിൻ്റെ വഴികളിൽ നമ്മൾ ഇത്രമാത്രം മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോഴും ഈ സമുദായത്തെ പുറകോട്ട് വലിക്കാനുള്ള ചില ശ്രമങ്ങൾ, സാമ്പത്തിക താല്പര്യത്തിൻ്റെ പിറകിൽ ചില ചൂഷണ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്ന ഈ കാലത്ത് നവോത്ഥാനത്തിൻ്റെ ചർച്ചകൾ ഉണ്ടാകുമ്പോൾ ഇത്തരം ശക്തികൾക്കെതിരായി തുറന്നു പറയാനുള്ള ആർജവം ഉണ്ടാകുക എന്നത് ഒരു MSFകാരൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത്തരം സാമൂഹ്യ തിന്മകൾക്കെതിരായി, ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾക്കെതിരായി, അനാചാരങ്ങൾക്കെതിരായി ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുകയും നവോത്ഥാനത്തിന്റെ തുടർച്ചകൾ ഉണ്ടാക്കാൻ വേണ്ടി ഇന്ന് മുസ്ലിം സമുദായം നടത്തിക്കൊണ്ടിരിക്കുന്ന ധീരമായ ഇടപെടലുകൾ, ആ ധീരമായ ഇടപെടലുകൾക്ക് പ്രോത്സാഹനം നൽകുക എന്ന ചരിത്രപരമായ ഉത്തരവാദിത്തമാണ് MSFൽ നിർവഹിക്കാനുള്ളത്. നോക്കൂ, നിങ്ങൾ വാഫി കോളേജ്, വളാഞ്ചേരിയിലെ വാഫി കോളേജ്, അവിടെ പെൺകുട്ടികൾക്ക് മാത്രമായി ഒരു കോളേജ്. ഈ അടുത്ത ദിവസം അതിന്റെ ഒരു സംഘാടകർ എന്നെ വിളിച്ചു. അവിടെ പെൺകുട്ടികളുടെ ഒരു സർഗോത്സവം നടക്കുന്ന, ഒരു അതിഥിയെ വേണം എന്ന് പറഞ്ഞിട്ട്. ഡൽഹിയിൽ നിന്ന് ഏതെങ്കിലും ഒരു അതിഥിയെ കിട്ടുമോ എന്നാണ് ചോദ്യം. നിങ്ങൾ നോക്കണം, ഈ സമുദായത്തിന്റെ വളർച്ച എവിടെയാണ് എത്തി നിൽക്കുന്നത്. പെൺകുട്ടികൾക്ക് പഠിക്കാനുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാക്കി എന്ന് മാത്രമല്ല, അവരുടെ സർഗവാസനകളെ പരിപോഷിപ്പിക്കാൻ വേണ്ടി അവർക്ക് സർഗോത്സവങ്ങൾ നടത്തുകയും ആ സർഗോത്സവങ്ങളുടെ വിശിഷ്ടാതിഥികളായി കേരളത്തിന്റെ പുറത്തുള്ള അതിഥികളെ വരെ കൊണ്ടെത്തിക്കണം എന്ന് തീരുമാനിക്കുന്ന, ചിന്തിക്കുന്ന തരത്തിലേക്ക് ഈ സമുദായത്തിന്റെ വളർച്ച എത്തി നിൽക്കുമ്പോൾ ഈ വളർച്ചയെ തടയാൻ, ഈ വളർച്ചയെ പുറകോട്ട് വലിക്കാൻ ചില കേന്ദ്രങ്ങളിൽ നിന്നും ബോധപൂർവമായ ശ്രമങ്ങൾ ഉണ്ടാകുമ്പോൾ ആ ശ്രമങ്ങളെ തടയാനുള്ള ഉത്തരവാദിത്തം കൂടി ഏറ്റെടുക്കാനുള്ള ബാധ്യത ഇത്തരത്തിലുള്ള നവോത്ഥാന ചർച്ചാ സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ പ്രത്യേകിച്ച് MSF പോലെയുള്ള സംഘടനകൾക്കുണ്ട് എന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി മാത്രം ഈ അവസരം ഉപയോഗിച്ചുകൊണ്ട് വരും നാളുകളിൽ മഹാന്മാരായ നേതാക്കന്മാർ, മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളും പൂക്കോയത്തങ്ങളും സീതി സാഹിബും പോക്കർ സാഹിബും കായിദമിലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബും എന്ന് തുടങ്ങി സനാഉല്ലാ മഖ്തി തങ്ങളുടെ പരമ്പരയിൽ തുടങ്ങി നവോത്ഥാന നായകന്മാരുടെ വലിയ പട്ടിക അവസാനിച്ചു പോകാതെ ആ പട്ടികയുടെ തുടർച്ചയുണ്ടാകാനുള്ള ശ്രമങ്ങൾക്ക് നിങ്ങൾ നേതൃത്വം കൊടുക്കണം എന്ന് മാത്രം സാന്ദർഭികമായി സൂചിപ്പിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു, നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.